ഹലോ, ഹായ്, ബാഗുന്നാരാ. ഞാൻ കുറേ നാട്ട് വിചാരിക്കണം എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ കുക്കിംഗ് കുറച്ച് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫീൽഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പരിപാടി പഠിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഒരു എഗ്ഗ് ഫ്രൈ ആണ്. എൻ്റെ അമ്മേനെ പഠിപ്പിച്ചത്. അപ്പോൾ ജസ്റ്റ് 2 എഗ്ഗ് വേണം, ഒരു സവാള, അത്രേ ഉള്ളൂ. വെൽക്കം ടു മെർലെക്സ് വെയർ മെറ്റൽസ് മീറ്റ്സ് മസാല. ജസ്റ്റ് നമ്മളൊരു സവാള കട്ട് ചെയ്യുക, ജസ്റ്റ് സ്മോൾ പീസാക്കി മാറ്റുക. അതിന് ശേഷം നമ്മുടെ പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കാനിടയ്ക്ക് നമുക്ക് എന്താണെന്ന് പഠിക്കാൻ പോകണമെന്ന് പറയാം. സ്ട്രക്ചറിൻ്റെയും പ്രോപ്പർട്ടിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല, ഇതൊരു ഇൻഡക്ഷൻ കുക്കറും അതിൻ്റെ പാനുമാണ്. ഇത് എങ്ങനെയാണ് അവിടെ ഹീറ്റിംഗ് സംഭവിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ഫിഗറിലും ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ കോയിലിൽ നമ്മൾ AC കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ കാരണം പാനിലൊരു എഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് പാൻ ചൂടാവുന്നത്. എഡി കറണ്ട് ഹീറ്റിംഗ് ഇൻഡിക്കേഷനാണ് HCl²R. അങ്ങനെ ചൂടാകുമ്പോഴാണ് ചൂടാവും. ഇനി നമുക്ക് 3 തരത്തിലുണ്ട്, പലതരത്തിലുണ്ട് മെറ്റീരിയൽ. ഇപ്പോൾ നമ്മുടെ ജസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്ന അലൂമിനിയം സ്റ്റീൽ, കാർബൺ സ്റ്റീൽ, ഓസ്മൈറ്റ് സ്റ്റീൽ. അലൂമിനിയത്തിന് നോൺ മാഗ്നറ്റിക് ആയതുകൊണ്ട് അവിടെ ഒരിക്കലും എഡി കറണ്ട് കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ ഒരിക്കലും ഇതിന് ഹീറ്റിംഗ് സംഭവിക്കില്ല. കാർബൺ സ്റ്റീലാണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് സംഭവിക്കും, കാരണം മാഗ്നറ്റിക് ആണ്. മറ്റേ ഓസ്മൈറ്റ് സ്റ്റീൽ നോൺ മാഗ്നറ്റിക് ആണ്, അതുകൊണ്ടാകും ഹീറ്റിംഗ് സംഭവിക്കില്ല. നമുക്ക് കുക്കിങ്ങിന് നമ്മുടെ എഗ് ഫ്രൈൻ്റെ ഇത് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സവാള ചൂടാക്കുക, ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടുക, മുളക് ഇടുക, ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഈ പാൻ എന്ന് പറയുന്നത് ഒരു ഫെറൈറ്റി സ്റ്റീലാണ്, പക്ഷേ ഓസ്മൈറ്റ് സ്റ്റീലുണ്ട്. അപ്പോൾ 2 ഓസ്മൈറ്റ് സ്റ്റീൽ ഇതിനകത്ത് വർക്ക് ചെയ്യില്ല, പക്ഷേ ഫെറൈറ്റി സ്റ്റീൽ ഇൻഡക്ഷൻ കുക്കറിൽ, ഇൻഡക്ഷൻ സ്റ്റൗവിൽ വർക്ക് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഫെറൈറ്റി സ്റ്റീൽ ഒരു മാഗ്നറ്റിക് ആണ്, ഓസ്മൈറ്റിക് സ്റ്റീൽ നോൺ മാഗ്നറ്റിക് ആണ്. ഈ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇതൊന്നും മാഗ്നറ്റിക് ആണ്, സെയിം മെറ്റീരിയൽ തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. കാരണം അതിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഈ മാഗ്നറ്റിസം എന്നുള്ള പ്രോപ്പർട്ടി വ്യത്യാസപ്പെട്ടത്. ഇനി ഈ മാഗ്നറ്റിസം കാരണമാണ് അതിൻ്റെ പെർഫോമൻസ്, ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹീറ്റിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൻ്റെ പെർഫോമൻസ് വേരി ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു ചെറിയ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മെറ്റീരിയൽസ് എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഇത്രയും പറയുള്ളൂ. നമുക്ക് അടുത്തേക്ക് കാണാം. എഗ് ഫ്രൈ ഇത്രേ ഉള്ളൂ. ബൈ.